Welcome all of you. Welcome to another session of contract costing. This is the last session on contract costing. Here we are going to learn accounts for contract completing taking 2 or more years. ഒന്നിലധികം ഇയേഴ്സ് ഒത്ത് നമ്മൾ കോൺട്രാക്ട് അക്കൗണ്ടിൽ ചെയ്യാനാണ് പോകുന്നത് ഇവിടെ കോൺട്രാക്ട് കോസ്റ്റിങ്ങിലൂടെ. ഓക്കെ, സോ വി ഹാവ് ടു ഡിസ്കസ് ഇല്ലസ്ട്രേഷൻ. സോ അക്കൗണ്ട്സ് ഫോർ കോൺട്രാക്ട്സ് കംപ്ലീറ്റഡ് ടേക്കിംഗ് 2 years or more എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 1st January 2013 Manmohan Limited took up contract number 217 for construction of a building for a contract price of rupees 20 lakh. 20 ലക്ഷം രൂപയാണ് കോൺട്രാക്ട് പ്രൈസ്. 1st January 2013 സ്റ്റാർട്ട് ചെയ്യുന്നു. ഡ്യൂറിങ് 2013, അപ്പോൾ 2013 ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് 1st January to 31st December. അതുപോലെ 2014 ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ 2013 the amount of 6,30,000 was received representing 90% of work certified. അപ്പോൾ വർക്ക് സർട്ടിഫൈഡിൻ്റെ 90% എന്ന രീതിയിൽ അല്ലെങ്കിൽ 90% 6,30,000 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വർക്ക് സർട്ടിഫൈഡിൻ്റെ ഫുൾ വാല്യൂ അല്ല ഇവിടെ തന്നിരിക്കുന്നത്, വർക്ക് സർട്ടിഫൈഡിൻ്റെ 90% വാല്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ വർക്ക് സർട്ടിഫൈഡിൻ്റെ ഫുൾ വാല്യൂ എന്ന് പറയുന്നത് 100% ആണ്. അഥവാ 6,30,000 രൂപ 90% ആണെങ്കിൽ 100% എങ്ങനെ കണ്ടുപിടിക്കാം? 6,30,000 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1% കിട്ടും. ഇൻറ്റു 100 കൊടുക്കുമ്പോൾ 7 lakh അഥവാ 7 ലക്ഷം രൂപയാണ് 100% ഓഫ് വർക്ക് സർട്ടിഫൈഡിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ വർക്ക് സർട്ടിഫൈഡിൻ്റെ ഫുൾ വാല്യൂ 7 lakh ആണെന്ന് നമുക്ക് കിട്ടും. ദെൻ വർക്ക് അൺസർട്ടിഫൈഡിൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ പറയുന്നുണ്ട് 30,000 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദ ഫോളോയിങ് വർ ദ എമൗണ്ട്. അതുപോലെ തന്നെ എക്സ്പെൻസുകൾ, മെറ്റീരിയൽസ്, വേജസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇത്രയും എക്സ്പെൻസസും തന്നിട്ടുണ്ട്. സോ ലെറ്റ് us ഡിസ്കസ്. സോ കോൺട്രാക്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ നമുക്കറിയാം എക്സ്പെൻസുകളാണ് കാണിക്കുന്നത്, ക്രെഡിറ്റ് സൈഡിൽ വർക്ക് സർട്ടിഫൈഡ് പോലെയുള്ള വർക്ക് ഇൻ പ്രോഗ്രസ് പോലെയുള്ള ഇൻകമാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഡെബിറ്റ് സൈഡിൽ 2013 എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. ദെൻ ക്രെഡിറ്റ് സൈഡിൽ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഫുൾ വാല്യൂ 7 lakh, വർക്ക് അൺസർട്ടിഫൈഡ് 30,000, അങ്ങനെ 7,30,000 തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഡിഫറൻസ് നോക്കുമ്പോൾ 1,20,000 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 1,20,000 നമുക്ക് ഫുൾ എടുക്കാൻ കഴിയത്തില്ല, നമുക്കറിയാം. ആസ് ദ വർക്ക് ഈസ് വർക്ക് കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സോ ഇവിടെ നമ്മൾ കോൺട്രാക്ട് പ്രൈസ്, ഫുൾ കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുന്നത് 20 lakh ആണ് ആസ് പെർ ദ ക്വസ്റ്റ്യൻ. അതുപോലെ വർക്ക് സർട്ടിഫൈഡ് 7 lakh ആണ്. സോ 7 lakh എന്ന് പറയുന്നത് 20 lakhൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? അപ്രോക്സിമേറ്റ് 35% ആണ് വരുന്നത്. അതായത് 7 lakh ഡിവൈഡഡ് ബൈ കോൺട്രാക്ട് പ്രൈസ് ആയ 20 lakh ഇൻറ്റു 100, അപ്രോക്സിമേറ്റ് 35% വരും. റൂൾ 2ലാണ് വരുന്നത്. കാരണം റൂൾ 1 എന്ന് പറയുന്നത് 25% താഴെയാണ് റൂൾ 1 വരുന്നത്. 25% മുതൽ 50% വരെ റൂൾ 2 വരും. അഥവാ റൂൾ 2 വരുമ്പോൾ നാഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 1/3 ഇൻറ്റു വർക്ക് ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ 1,20,000 ആയ നാഷണൽ പ്രോഫിറ്റിൻ്റെ 36,000 നെക്സ്റ്റ് കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെ നെക്സ്റ്റ് ലൈനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിട്ട് 36,000 കൊടുത്തിട്ടുണ്ട്. കാരണം 36,000 എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഔട്ട് ഓഫ് 1,20,000, 36,000 ക്യാൻ ബി യൂസ്ഡ് ആസ് പ്രോഫിറ്റ്. ദ ബാലൻസ് ക്യാൻ ബി, ദാറ്റ് മീൻസ് 84,000 ഷുഡ് ബി കെപ്റ്റ് ആസ് റിസർവ്. വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ റിസർവായിട്ട് കീപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് 1,20,000 നാഷണൽ പ്രോഫിറ്റ് ഡയറക്റ്റ് കാണിക്കുന്നതിന് പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് 36,000 അതുപോലെ തന്നെ 84,000 മാത്രവും കാണിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഈ ആൻസറിൽ തന്നിരിക്കുന്നത് പോലെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാമത്തെ ഒരു ടോട്ടൽ കോളം കൊടുത്തിട്ട് അങ്ങനെയും കാണിക്കാം. ദെൻ ഇനി 2014 കണ്ടിന്യൂ ചെയ്യുക. ഇവിടെയാണ് നമ്മുടെ കണക്കിൻ്റെ ഒരു വ്യത്യസ്തത വരുന്നത്. നമ്മൾ നേരത്തെ 2013 ക്രെഡിറ്റ് സൈഡിൽ വർക്ക് ഇൻ പ്രോഗ്രസ് ചെയ്തിരിക്കുന്നതിൻ്റെ കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ ആ വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ നമ്മളിവിടെ ക്യാരി ഫോർവേഡ് ചെയ്യണം. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ടൈപ്പിൻ്റെ പ്രത്യേകത. അപ്പോൾ 2013 കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വർക്ക് ഇൻ പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത് 2014 കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ അവിടെ ചെയ്തിരിക്കുന്നത് നോക്കിക്കുക. 2014 ഡെബിറ്റ് സൈഡിൽ വർക്ക് ഇൻ പ്രോഗ്രസ് വർക്ക് സർട്ടിഫൈഡ് 7 lakh, വർക്ക് അൺസർട്ടിഫൈഡ് 30,000. സോ 7,30,000 അതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ നമ്മൾ കുറയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന റിസർവ്, തൊട്ട് മുകളിൽ നമ്മൾ കണ്ടുപിടിച്ച റിസർവ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് കിട്ടും. അതായത് 2013
ക്ലോസിംഗ് വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് 2014 ഓപ്പണിംഗ് വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് മാറുന്നു. അതൊരു ഓപ്പണിംഗ് വാല്യൂ ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്, ഡെബിറ്റ് സൈഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ 2014 എക്സ്പെൻസുകൾ വീണ്ടും നമുക്ക് എടുത്തിടാം. മെറ്റീരിയൽസ് 5,20,000, വേജസ് 3,90,000, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് 15,000. ഇതെല്ലാം നമ്മൾ ഡെബിറ്റ് സൈഡിലെടുത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് പറയുന്നു അൺയൂസ്ഡ് മെറ്റീരിയൽ ഓൺ 31st December 2014 എമൗണ്ട് റുപ്പീസ് 10,000. 10,000 രൂപയുടെ അൺയൂസ്ഡ് മെറ്റീരിയൽ ഉണ്ട്. ആ മെറ്റീരിയലിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കാണ് ഇവിടെ പറയുന്നത്. സോ ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കുന്നത്. 2014 കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ 10,000 രൂപ കാണിച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ ഈ ഒരു 2 വർഷം കൊണ്ട് തന്നെ കോൺട്രാക്ട് കംപ്ലീറ്റ് ആക്കുന്നത് കൊണ്ട് തന്നെ കോൺട്രാക്റ്റിൻ്റെ ഫുൾ വാല്യൂ ആയ 20,000 കിട്ടുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. സോ അതുകൊണ്ടാണ് കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ 2014 ലാസ്റ്റ് കോൺട്രാക്റ്റ് 20 lakh rupees നമുക്ക് തന്നതായിട്ട് കാണിക്കുന്നത്. കാരണം 100% ഓഫ് ദ കോൺട്രാക്ട് ഈസ് കംപ്ലീറ്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ 20 lakh നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. സോ ഡിഫറൻസ് വരുന്നത് പ്രോഫിറ്റ് ആണ്. 4,39,000 ഡിഫറൻസ് വരുന്നത് അത് പ്രോഫിറ്റ് ആണ്. ഈ പ്രോഫിറ്റ് നമുക്കിനി ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വർക്ക് കംപ്ലീറ്റ് ചെയ്തു, കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്തു, ഫുൾ എമൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ കോൺട്രാക്ടീസ് അക്കൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം 6,30,000 രൂപ തന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം 20 ലക്ഷത്തിൻ്റെ ബാക്കിയായ 13,70,000 രൂപ തന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾ. ദെൻ ഈ ഒരു ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വർക്കിംഗ് പ്രോഗ്രസ്സിനെ, ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്സിനെ അടുത്ത വർഷത്തേക്ക് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആയിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. ഇത്തരത്തിലുള്ള നെക്സ്റ്റ് ഇല്ലസ്ട്രേഷൻ നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, സോ ഇല്ലസ്ട്രേഷൻ 17 2012, 13, 14 3 വർഷത്തെ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ തന്നെ പറയുന്നുണ്ട് കോൺട്രാക്ട് പ്രൈസ് 40 lakh ആണെന്ന് പറയുന്നുണ്ട്. 40 ലക്ഷം രൂപയുടെ കോൺട്രാക്റ്റ് ആണ്. ദെൻ ഡീറ്റെയിൽസ് എല്ലാം തന്നതിന് ശേഷം പാരഗ്രാഫിൽ പറയുന്നു പ്ലാന്റ് കോസ്റ്റിംഗ് 1 lakh വാസ് ബോട്ട് ഇൻ ദ ബിഗിനിങ് ആൻഡ് ഡിപ്രീസിയേഷൻ വാസ് ചാർജ്ഡ് അറ്റ് 25% പെർ ആനം അണ്ടർ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം. അപ്പോൾ 1 ലക്ഷം രൂപയുടെ പ്ലാന്റ് തുടക്കത്തിൽ മേടിച്ചു. അതിന് ഡിപ്രീസിയേഷൻ 25% ആണ് ചാർജ് ചെയ്യുന്നത്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റമാണ്. ദാറ്റ് മീൻസ് എല്ലാ വർഷവും 1 ലക്ഷത്തിന് 25% ആയ 25,000 25,000 രൂപ വെച്ച് ഡിപ്രീസിയേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റം. ഓക്കെ, ദ കോൺട്രാക്ട് വാസ് ടു പേ 80% ഓഫ് വർക്ക് സർട്ടിഫൈഡ് എവറി ഇയർ ആൻഡ് സെറ്റിൽ ദ അക്കൗണ്ട് ഇൻ 2014. എല്ലാ വർഷവും വർക്ക് സർട്ടിഫൈഡിൻ്റെ 80% തരുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഈ വർക്ക് സർട്ടിഫൈഡിൻ്റെ വാല്യൂ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് നൽകുന്ന എമൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്ന സമയത്ത് നെറ്റ് വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് കണ്ടുപിടിക്കാൻ വേണ്ടി എങ്ങനെ കണ്ടുപിടിക്കും? വർക്ക് സർട്ടിഫൈഡ് പ്ലസ് വർക്ക് അൺസർട്ടിഫൈഡ് ലെസ് റിസർവ് ലെസ് എമൗണ്ട് റിസീവ്ഡ് ഫ്രം കോൺട്രാക്റ്റ്. ഈ ഒരു എമൗണ്ട് റിസീവ്ഡ് ഫ്രം കോൺട്രാക്റ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഇൻ ദ ബാലൻസ് ഷീറ്റ്, അതർവൈസ് നീഡ് നോട്ട് ബി യൂസ്ഡ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കോൺട്രാക്റ്റിൽ നിന്ന് കിട്ടുന്ന തുക ബാലൻസ് ഷീറ്റിൽ മാത്രം ഉപയോഗിക്കേണ്ടി വരത്തേ ഉള്ളൂ. ദെൻ കോൺട്രാക്ട് അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. സോ ആദ്യത്തെ വർഷത്തെ 2012 നൽകിയിരിക്കുന്നത് എക്സ്പെൻസ്. 2012 എക്സ്പെൻസുകൾ മെറ്റീരിയൽ, വേജസ്, ക്യാരേജ്, ദെൻ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പെൻസുകളെല്ലാം 2012 ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം എടുത്ത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തു. ദെൻ പ്ലാന്റിൻ്റെ ഓപ്പണിംഗ് വാല്യൂ 1 ലക്ഷം രൂപ അഡീഷണൽ ഇൻഫർമേഷൻ പറയുന്ന പ്ലാന്റിൻ്റെ ഓപ്പണിംഗ് വാല്യൂ എടുത്ത് ഡെബിറ്റ് സൈഡിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ക്രെഡിറ്റ് സൈഡിൽ വർക്ക് ഇൻ പ്രോഗ്രസ് ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. വർക്ക് സർട്ടിഫൈഡ് 9 ലക്ഷവും 2012 ലാസ്റ്റ് വാല്യൂസ് ആയിട്ട് തന്നിട്ടുണ്ട്. വർക്ക് അൺസർട്ടിഫൈഡ് 10,000 പറയുന്നുണ്ട്. ഓക്കെ, ദെൻ പ്ലാന്റിൻ്റെ ക്ലോസിംഗ് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഒരു വർഷത്തിൻ്റെ അവസാനമാകുമ്പോൾ 1 ലക്ഷത്തിൻ്റെ 25% 25,000 രൂപയാണ് ഡിപ്രീസിയേഷൻ സംഭവിച്ച് പോകുന്നത്. പോയിട്ട് ബാലൻസ് എത്ര ഉണ്ടായിരിക്കും? 75,000 ആയിരിക്കും പ്ലാന്റിൻ്റെ ക്ലോസിംഗ് വാല്യൂ. ദെൻ ഇവിടെ ലോസ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, അപ്പോൾ ലോസ് ആണ് സംഭവിക്കുന്നത്. അങ്ങനെ ലോസ് സംഭവിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ നെക്സ്റ്റ് ഇപ്പോൾ ക്രെഡിറ്റ് സൈഡ് കാണിച്ചിരിക്കുന്ന വർക്ക് ഇൻ പ്രോഗ്രസ്, ഈ വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ നമ്മൾ അടുത്ത വർഷത്തേക്ക് ഡെബിറ്റ് സൈഡിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ അവിടെ ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി റിസർവ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ബാലൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ 2013 നമ്മൾ 2012 ക്രെഡിറ്റ് സൈഡിൽ ചെയ്തിരിക്കുന്ന വർക്ക് ഇൻ പ്രോഗ്രസിനെ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അവിടെ റിസർവ് എന്ന് പറയാൻ വേണ്ടിയില്ല, കാരണം നമുക്ക് ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിസർവ് എന്ന് പറയാൻ വേണ്ടിയില്ല. ദെൻ ഇവിടുത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് പ്ലാന്റ്, അവിടുത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് പ്ലാന്റ് ആണ്. അഥവാ 75,000 രൂപ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരുന്നു. അത് അവിടെ എന്ത് ചെയ്തു? ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് 75,000 രൂപ എഴുതി. ദെൻ നമ്മുടെ ക്വസ്റ്റിനിൽ പറയുന്ന എക്സ്പെൻസുകൾ എടുത്തെഴുതുന്നു. മെറ്റീരിയൽസ്, വേജസ്, ക്യാരേജ് എക്സ്പെൻസ് എടുത്തെഴുതുന്നു. ഓക്കെ, ദെൻ 2013 വർക്ക് സർട്ടിഫൈഡ് ക്വസ്റ്റ്യൻ്റെ 2013 സെഗ്മെൻറ്റിൽ ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് വർക്ക് സർട്ടിഫൈഡ് 30 lakh ആണ്.
വർക്ക് അൺസർട്ടിഫൈഡ് 50,000 ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇൻഫർമേഷൻസും 2013 ക്രെഡിറ്റ് സൈഡിൽ കൊടുത്തു. ദെൻ പ്ലാന്റിൻ്റെ ക്ലോസിംഗ് വാല്യൂ കണ്ടുപിടിക്കണം. 75,000 രൂപ എന്നുള്ളത് വീണ്ടും 25,000 ആണ് ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നത്. കാരണം നമുക്കറിയാം ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റമാണ്. 25,000 രൂപ വെച്ച് തന്നെയാണ് എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്ലാന്റിൻ്റെ വാല്യൂ 75,000 എന്നുള്ളത് അതിൽ നിന്ന് 25,000 പോയിട്ട് ഇനി ബാലൻസ് ഉള്ളത് 50,000 ആയിരിക്കും. ഇത്രയും ചെയ്തിട്ട് നോക്കുമ്പോൾ നമുക്ക് ബാലൻസ് പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. രണ്ടാമത്തെ വർഷം നമുക്ക് പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. ആദ്യത്തെ വർഷം ലോസ് ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ വർഷം പ്രോഫിറ്റ് ആണ് കിട്ടുന്നത് 7,05,000. അപ്പോൾ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എത്ര എടുക്കാം, എത്ര റിസർവ് ആക്കി മാറ്റി വെക്കണമെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ താരതമ്യം ചെയ്യും? കോൺട്രാക്ട് പ്രൈസ് ആയ 40 lakhും വർക്ക് സർട്ടിഫൈഡ് ആയ 30 lakhുമാണ് താരതമ്യം ചെയ്യുന്നത്. 30 lakh ഡിവൈഡഡ് ബൈ 40 lakh into 100. ഇപ്പോൾ 30 lakh എന്ന് പറയുന്നത് 50% മുകളിലാണ്. കാരണം 40യുടെ 50% എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 50% മുകളിലാണ്. അതായത് 50% to 90% ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. അതുകൊണ്ട് റൂൾ നമ്പർ 3 ആണ്. ദാറ്റ് മീൻസ് നാഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് എന്നുള്ള ഇക്വേഷനാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ പ്രോഫിറ്റായിട്ട് കിട്ടുന്നത് 3,76,000 പ്രോഫിറ്റും ബാക്കിയുള്ള 3,29,000 രൂപ റിസർവ് ആക്കി മാറ്റി വെക്കേണ്ടതും ആണ്. സോ ഇനി 2014 പോകാം. 2014 നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസിനെ ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ ആ റിസർവ് അവിടെ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ വർക്ക് സർട്ടിഫൈഡ് 30,000ഉം അൺസർട്ടിഫൈഡ് 50,000ഉം ആഡ് ചെയ്തു. അതിൽ നിന്ന് റിസർവ് നമ്മൾ കണ്ടുപിടിച്ച 3,29,000 രൂപ ഡിഡക്റ്റ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം എക്സ്പെൻസസ് ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ? എക്സ്പെൻസസ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എക്സ്പെൻസസ്, മെറ്റീരിയൽസ്, വേജസ്, ക്യാരേജ് എക്സ്പെൻസ് 2014 എക്സ്പെൻസസ് കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പ്ലാന്റിൻ്റെ ക്ലോസിംഗ് വാല്യൂവും കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്ത 2013 ചെയ്ത ക്ലോസിംഗ് വാല്യൂ ഇവിടുത്തെ ഓപ്പണിംഗ് വാല്യൂ ആണ് 50,000. പ്ലാന്റിൻ്റെ ഓപ്പണിംഗ് വാല്യൂ ആയിട്ട് 50,000 എടുത്ത് എഴുതണം. ദെൻ അതിനുശേഷം ഇവിടെ വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ട് 40 lakh ഉണ്ട്. ദാറ്റ് മീൻസ് ഫുൾ എമൗണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അഥവാ 40 lakhൻ്റെ കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ ഫുൾ വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുമ്പോൾ 40 lakh ആണെങ്കിൽ ഫുൾ എമൗണ്ട് ഇവിടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നു എന്നർത്ഥം. വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് ഹാസ് ടു പേ ദ ഫുൾ എമൗണ്ട് കോൺട്രാക്റ്റ് നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കോൺട്രാക്റ്റ് നൽകുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് അത് കിട്ടുന്നതായിട്ട് കാണിക്കുന്നത്. ഫുൾ എമൗണ്ടും തരുമ്പോൾ മാത്രമാണ് കോൺട്രാക്റ്റ് തരുന്ന പ്രൈസ് നമ്മൾ കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻകമായിട്ട് കാണിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഈ കോൺട്രാക്റ്റായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസുകളും ക്രെഡിറ്റ് സൈഡിൽ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഇൻകവുമാണ് കാണിക്കുന്നത്. ഇതുവരെയും നമ്മൾ വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡുമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഏറ്റവും അവസാനം കോൺട്രാക്റ്റ് ഹാസ് ടു പേ ദ ഫുൾ എമൗണ്ട് നൽകേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ ആ 40 lakh ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ ക്ലോസിംഗ് വാല്യൂ 50,000 നിന്ന് ഇത്തവണത്തെ ഡിപ്രീസിയേഷൻ 25,000 രൂപ കുറച്ചിട്ട് ബാക്കി 25,000 കാണിച്ചിട്ടുണ്ട്. ദെൻ ഡിഫറൻസ് വരുന്ന 88,000 രൂപ പ്രോഫിറ്റാണ്. ഈ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എൻ്റയർ പ്രോഫിറ്റ്, ഫുൾ പ്രോഫിറ്റാണ്. കാരണം 100% ഓഫ് ദ വർക്ക് ഈസ് കംപ്ലീറ്റഡ്. ദർ ഈസ് നോ നീഡ് ടു കീപ് റിസർവ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. 100% നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ 88,000 രൂപയും പ്രോഫിറ്റ് അലോസ് കൊണ്ട് തന്നെ കാണിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെ എല്ലാ പ്രോബ്ലംസും ഡിസ്കഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.